ഹലോ ഐസിഐ ലവ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് എന്താ ഒരു വീഡിയോ റെസിപ്പി ആയിരിക്കും എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ അല്ല കേട്ടോ. ഞാൻ ഒത്തിരി നാളായി ഈ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ച് പല കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെ പോസ്റ്റ്പോൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. അതിന് ഞാൻ ആദ്യം തന്നെ സോറി ചോദിച്ചിട്ട് ഞാൻ തുടങ്ങുന്നു. കാരണം ഒത്തിരി പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. പക്ഷേ എൻ്റെ ഓൺ ഓരോ എന്താ പറയുന്ന ഓരോ സമയമില്ലായ്മ അല്ലെങ്കിൽ പല റീസൺ കൊണ്ടും എനിക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ്. അപ്പം നമുക്കിനി ഒട്ടും താമസിക്കേണ്ട, വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ച കാര്യം തന്നെ, എങ്ങനെയാണ് ഈ പിള്ളേർക്ക് ടിഫിൻ ബോക്സിന് ബ്രേക്ക്ഫാസ്റ്റ്, സ്നാക്ക്, ലഞ്ച് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം ദുബായിൽ ഒരുവിധം എനിക്ക് തോന്നുന്നു ഇന്ത്യ ഒഴികെ ബാക്കി ഒരുവിധം മിക്ക നാടുകളിലും സ്കൂള് തുടങ്ങുന്നത് രാവിലെ 7:30 7:45 തുടങ്ങും. അപ്പോൾ പിള്ളേർ 6:30 6 മണി 5:45 വരെ പോകുന്നവരുണ്ട് വീട്ടിൽ നിന്ന്. അപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും അവർ ബസ് പിക്കപ്പ്, ബസ്സിൽ പോകുന്നവരുടെ കാര്യം പറയുന്നത് കേട്ടോ, ഓൺ ട്രാൻസ്പോർട്ട് അല്ല. അപ്പോൾ അങ്ങനെ പോകുന്ന പിള്ളേർ നേരത്തെ പോകും. അപ്പോൾ അവർക്ക് അത് കഴിഞ്ഞ് മിക്ക സ്കൂളിലും 2 ബ്രേക്ക് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അവർ വരുമ്പം ഒരു 3 3:30 ആ സമയമൊക്കെ ആവും. അപ്പോൾ എങ്ങനെയാണ് ഈ ഇത്രയും രാവിലെ ഇതൊക്കെ ചെയ്യുന്നത്? ഇത് ഇതെല്ലാം ഒറ്റയടിക്ക് രാവിലെ ചെയ്യുവാണോ? അതിനൊക്കെ സമയം കിട്ടോ? കുഞ്ഞു മോളുള്ളതല്ലേ എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. എങ്ങനെ അതിൻ്റെ പ്ലാനിങ് ഒന്ന് പറഞ്ഞു തരണം. അതുപോലെ ഒത്തിരി അമ്മമാർ ഇപ്പം കുഞ്ഞുങ്ങളെ പുതുതായിട്ട് വിടാൻ പ്ലാൻ ചെയ്യുന്നവർ, നിങ്ങൾ ഒത്തിരി മെസ്സേജ് എനിക്ക് അയക്കുന്നുണ്ട്. ഞാൻ കാണുന്നതും എന്നാൽ പറ്റുന്നതിനൊക്കെ ഞാൻ റിപ്ലൈ പേഴ്സണലി തരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഓർത്തൊരു വീഡിയോ ഇട്ടേക്കാം. അപ്പം ഇനി ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ വീഡിയോ കൊടുത്താൽ മതിയല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ആദ്യം തന്നെ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം എൻ്റെ വീഡിയോ കൃത്യമായി ആദ്യം തൊട്ട് ഫോളോ ചെയ്യുന്നവർക്ക് ഒരുവിധം എൻ്റെ റൂട്ടീനും കാര്യങ്ങളെല്ലാം അറിയാം. അപ്പം അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. 2016 തൊട്ടാണ് ഞാൻ എൻ്റെ മൂത്ത മോൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഈ ടിഫിൻ പരിപാടി തുടങ്ങുന്നത് ആദ്യമായിട്ട്. അപ്പം അതിനേക്കാൾ മുന്നേ ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. ഞാൻ ഒത്തിരി സ്ഥലത്ത് ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കുഞ്ഞായിരിക്കുമ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാനൊരു ഫുഡി അന്നും ഇന്നും എപ്പോഴും എനിക്ക് നല്ല ഇതുപോലെ വെറൈറ്റി ടിഫിനൊക്കെ വേണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ടും, നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം അല്ലല്ലോ അന്ന്, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും എനിക്ക് അങ്ങനെ ഒരു ടിഫിനൊന്നും അല്ല കിട്ടിയിരുന്നത്. അപ്പം ഞാൻ അന്ന് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയാനും, നോക്കിക്കോ എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ഞാൻ നല്ല അടിപൊളി ടിഫിൻ കൊടുക്കുമെന്നൊക്കെ അന്ന് പറയുമായിരുന്നു. അപ്പം ഫ്രണ്ട്സ് കളിയാക്കുമായിരുന്നു, പിന്നെ കാണാമെന്നൊക്കെ. അപ്പോൾ അതെൻ്റെ മൈൻഡിൽ എപ്പോഴും കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു ഞാൻ എൻ്റെ മൂത്ത മോൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ തീരുമാനിച്ചായിരുന്നു നല്ല ബെസ്റ്റ് ടിഫിൻ മാക്സിമം എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കണം, ജങ്ക് കഴിപ്പിക്കില്ല, ഹെൽത്തി ആയിട്ട് എന്നാൽ പറ്റുന്ന രീതിയിൽ ഹെൽത്തി ആയിട്ട് ഫുഡ് കൊടുക്കണം എന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്താണ് 2016 തുടങ്ങുന്നത്. അപ്പം അതുപോലെ തന്നെ ആ സമയത്തൊക്കെ ഞാനിങ്ങനെ സ്ഥിരമായിട്ട് യൂഫോറിക് ഡിലൈറ്റ്സ് എന്ന് പറഞ്ഞൊരു അടിപൊളി ഗ്രൂപ്പ് നമ്മുടെ ഫേസ്ബുക്കിലുണ്ട്. അതിലാണ് ഞാൻ ആദ്യം ജോയിൻ ചെയ്യുന്ന ഒരു ഫുഡി ഗ്രൂപ്പാണ്. അപ്പോൾ അതിൽ ഞാൻ ഒത്തിരി പേരുടെ പോസ്റ്റൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൽ ഞാൻ ടിഫിൻ ബോക്സ് ഒക്കെ ഞാൻ ശ്രദ്ധിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ലഞ്ച് ബോട്ട്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ സ്റ്റീൽ ടിഫിൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും അത് ഇനി മേടിക്കണം എന്ന്. അപ്പം ഞാനിങ്ങനെ ആമസോണിൽ പോയി അന്ന് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ തന്നെ നല്ല വിലയുണ്ട്. അപ്പം ഞാൻ ആദ്യം വാങ്ങിച്ച ടിഫിൻ കാണിച്ചു തരാം. അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇതാ, ഞാൻ ആദ്യം എൻ്റെ ഈ അപ്പുന് വാങ്ങിച്ച ടിഫിനാണ്. KG1 KG2 പഠിക്കാൻ വാങ്ങിച്ച ടിഫിനായിരുന്നു ഇത്, ലഞ്ച് ബോക്സിൻ്റെ. അപ്പോൾ ഇതിനന്ന് തന്നെ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ചാർജസ് എല്ലാം ചേർന്ന് 180 ഉണ്ടായിരുന്നു 2016. പക്ഷേ ആദ്യം ഞാൻ ഇത് എക്സ്പെൻസീവ് ആണോ എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ പിന്നെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഞാൻ കൺവിൻസ്ഡായി, ഞാൻ അങ്ങനെ വാങ്ങിക്കുമായിരുന്നു. അപ്പം അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ ഒത്തിരി പേര് ടിഫിൻ്റെ കാര്യം ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് തന്നെ തുടങ്ങുന്നത് കേട്ടോ. ഇതിൽ നിന്ന് തുടങ്ങിയാലേ എൻ്റെ ഈ ടിഫിൻ ബോക്സിൻ്റെ ജേർണി പ്ലാനിങ്ങും എല്ലാം കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം അന്ന് തൊട്ട് ഇന്ന് വരെയും ഞാൻ ഈ ഒരു ബ്രാൻഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്, അപ്പം മേടിക്കുന്നത്. ഞാൻ ഇതിൽ വളരെ ഹാപ്പി. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണുമല്ലോ, 2016 ഞാൻ മേടിച്ച ടിഫിൻ ഇപ്പോഴും പുത്തനായിട്ട് ഇരിക്കുന്നു. ഞാനിത് മൂത്ത മോൻ്റെ യൂസ് കഴിഞ്ഞപ്പം രണ്ടാമത്തെ മോൻ ക്രിസ് ഇതായിരുന്നു യൂസ് ചെയ്തത്, അവൻ്റെ ആ KG1 KG2. ഇപ്പം ഞാൻ സൂക്ഷിച്ചെടുത്ത് വെച്ചേക്കാം മോൾക്ക് ഇനി കൊടുക്കാൻ. അപ്പം അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത് അവൻ ഇച്ചിരി കൂടെ ഒന്ന് വലുതായപ്പോൾ ഞാൻ മേടിച്ചായിരുന്നു ഈ ടിഫിൻ.
ഈ ഒരു ടിഫിൻ. അപ്പം ഇപ്പം ഞാൻ അടുത്ത ഇത് ക്രിസും യൂസ് ചെയ്തു. ഇപ്പം ഞാൻ അടുത്ത അവർക്ക് വേറെ സ്റ്റേജിൽ യൂസ് ചെയ്താണ് ഇപ്പം നിങ്ങൾ കാണുന്ന ഇപ്പം ഞാൻ പോസ്റ്റ് ചെയ്യാറില്ല ഈ ടിഫിനുകൾ. കണ്ടോ, ഇപ്പം ഇതാ യൂസ് ചെയ്യുന്നത്. എൻ്റെ പിള്ളേരെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വേണം, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാനിത് എടുത്തു പറയാം, ലഞ്ച് ബോക്സ് എന്നുള്ള ഈ ഒരു ബ്രാൻഡ്, ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നല്ല കേട്ടോ, ഞാൻ ഇതിനെപ്പറ്റി ഇത്രയും പറയുന്നുണ്ട് അതിനെ വിചാരിക്കല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ചോദിക്കുന്നതുകൊണ്ടും. എനിക്ക് പ്ലാസ്റ്റിക്കിനോടും ഒട്ടും താല്പര്യമില്ല പിള്ളേർക്ക് ടിഫിൻ കൊടുത്തു വിടാൻ. കാസറോളും ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല, കാരണം പല റീസൺ കൊണ്ടും കാസറോൾ എല്ലാം സക്സസ്ഫുള്ളി വാമായിരിക്കണം എന്നില്ല ഫുഡ്. രണ്ടാമത്, കുഞ്ഞുങ്ങളെ ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഏതൊരു സാഹചര്യത്തിലും എന്ത് ഫുഡ് കിട്ടുന്നോ അത് കഴിക്കാനും, ക്രിബ് ചെയ്യാതെ കഴിക്കാനും, പറയാതെ കഴിക്കാനും ഞാൻ ശീലിപ്പിച്ചായിരുന്നു. നമ്മൾ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ശീലിപ്പിക്കുന്നോ അതായിരിക്കും അവരുടെ ശീലങ്ങൾ, അവരുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ. ഇതൊക്കെ ഒബ്സർവ് ചെയ്ത് അവരുടെ ഓരോ ബിഹേവിയറും ഫുഡ് ഹാബിറ്റ്സും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അമ്മമാരോട് പറയാനുള്ള, എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, കുഞ്ഞിലേ തൊട്ട് അവർക്ക് ഓരോ കാര്യങ്ങൾ, ഫുഡ് ഹാബിറ്റ്സ് അവർക്ക് ഇതുപോലെ അവർക്കൊരു ഓപ്ഷൻ കൊടുക്കരുത്. എന്ന് പറഞ്ഞാൽ ഇത് ഇഷ്ടമല്ല എന്നാൽ ഓക്കെ വേണ്ട, വേറെ ആ ഓപ്ഷൻസ് കൊടുക്കരുത്. നമ്മൾ എന്താണോ അന്ന് അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് അത് കഴിച്ചേ പറ്റൂ. വിശന്ന് അവർ കഴിച്ചോളും. അവർ ടേസ്റ്റ് അറിയുന്നത് നമ്മൾ കൊടുക്കുമ്പോഴാണ്, അല്ലാതെ അവർക്ക് അതിന് മുന്നേ ടേസ്റ്റ് അറിയില്ല. അപ്പം നമ്മൾ അത് മാറ്റി വേറെ ഇട്ട് കൊടുക്കുക, അങ്ങനെ ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവും ഓക്കെ ഇത് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ വേറെ ചോയ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യാതെ കുഞ്ഞിലേ തൊട്ട് നമ്മൾ എന്ന് ഫുഡ് സോളിഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നോ അന്ന് തൊട്ട് അവരെ എൻഗേജ് ചെയ്തിരുത്തി, നമ്മുടെ ഒപ്പം തന്നെ ഇരുത്തി നമ്മൾ കഴിക്കുമ്പോൾ അവർക്കും കൊടുത്ത് അവരെ കൊണ്ടും കൈയിട്ട് കഴിപ്പിച്ച് മെസ്സിയാക്കും ഉറപ്പാണ്. പക്ഷേ അതിന് കുറച്ചൊന്ന് പേഷ്യൻസോടുകൂടെ ഇതൊക്കെ ചെയ്ത് നമ്മൾ കൂടെ ഇരുന്ന് ചെയ്ത് ഓട്ടോമാറ്റിക്കലി അവരും ഭക്ഷണം സ്നേഹിക്കാൻ തുടങ്ങും. അവരും നമുക്കൊപ്പം ഞാൻ വലിയ ആളാണെന്നുള്ള രീതിയിൽ അവർ നമുക്കൊപ്പം കഴിക്കാൻ തുടങ്ങും. അപ്പോൾ ഭാവിയിൽ സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എനിക്ക് ചൂട് ഫുഡ് ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കൂ, അതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത്, അങ്ങനെ ഇങ്ങനെ ആ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. പിന്നെ മെയിനായിട്ട് വേറൊരു കാര്യം, നമ്മൾ കുഞ്ഞിലേ തൊട്ടിവർക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മുടെ ഇന്നത്തെ കാലത്തൊക്കെ നമ്മുടെ ജനറേഷൻ പോലെയല്ല, നമുക്ക് പലതും കിട്ടിയിരുന്നില്ല, നമ്മളത് മനസ്സിലാക്കി നമ്മൾ ജീവിച്ചു. പക്ഷേ ഇന്നത്തെ കാലത്ത് പിള്ളേർക്ക് നമ്മളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അവർക്ക് അതിൻ്റെ ഇല്ലായ്മയുടെ വില അറിയില്ല. അതില്ലെങ്കിൽ കിട്ടും, എന്തായാലും കിട്ടും എന്നുള്ള ഇതാണ്. അപ്പം നമ്മൾ അങ്ങനെ നമ്മൾ അവർ ചോദിക്കുന്നു പറയുന്ന എല്ലാം നമ്മൾ മേടിച്ചു കൊടുക്കുന്നുണ്ട്. അവരങ്ങനെ ഒരു സോണിലാണ് ജീവിക്കുന്നത്. അപ്പം നമ്മൾ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കണം, അങ്ങനത്തെ വീഡിയോസ് കാണിച്ചു കൊടുക്കണം. ഈ ലോകത്ത് എത്രയോ പിള്ളേർ പലയിടത്തുമായിട്ട് ഒരു നേരത്തെ ഭക്ഷണം, ഒരു നേരത്തെ വെള്ളം പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം, കാണിച്ചു കൊടുക്കണം. പറ്റുവാണെങ്കിൽ അങ്ങനെയുള്ളവരെ നിങ്ങൾ എവിടെയെങ്കിലും അങ്ങനെ വെള്ളമോ ഫുഡൊന്നും ഇല്ലാത്തവരെ ഹെൽപ്പ് ചെയ്യണമെന്നോ ഷെയർ ചെയ്യണമെന്നോ കെയർ ചെയ്യണമെന്നോ ഇതൊക്കെ പഠിപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിങ്ങനെ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുമ്പം ഓട്ടോമാറ്റിക്കലി അതുപോലെ അവരോട് പറഞ്ഞാൽ മതി, നിങ്ങൾ എത്ര ബ്ലെസ്ഡ്, എത്രയൊക്കെ ഫുഡ് കിട്ടാൻ, എന്നിട്ട് ഫുഡ് വേസ്റ്റ് ചെയ്യില്ല മക്കളെ, നിങ്ങളുടെ പപ്പ അല്ലെങ്കിൽ അമ്മ എത്രയും കഷ്ടപ്പെട്ട ഓരോന്ന് നിങ്ങൾക്ക് വേണ്ടി പൈസ ഏൺ ചെയ്ത് ഓരോന്ന് ഉണ്ടാക്കി തരുന്നത്, നിങ്ങൾ വേസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് എത്ര മനസ്സ് വേദനിക്കും. ഇതൊക്കെ മെല്ലെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്ത് ആദ്യമേ തൊട്ട് ചെറുതായിട്ട് അവർക്ക് കഥ പറയുന്ന പോലെയൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. നമ്മൾ ഒരു ദിവസം പറഞ്ഞ് നിർത്തരുത്. ഇപ്പോഴും ഞാൻ പറയും, ഞാൻ എന്ന് തുടങ്ങി പറച്ചില്ല, അത് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർപ്പിക്കും. കാരണം പിള്ളേർ അവരുടെ മൈൻഡിൽ നിന്ന് അത് പോവും. അപ്പോൾ ഇത് അവരുടെ മൈൻഡിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഫീഡ് ചെയ്യുമ്പം അവർക്ക് ആ ഫുഡിനോടൊരു റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ കാണും. ഒരിക്കലും വേസ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് വരില്ല, അതിൻ്റെ വാല്യൂ മനസ്സിലാവുമ്പം. അപ്പോൾ ഇതൊക്കെ ഞാൻ ഫോളോ ചെയ്ത് ചെയ്യുന്ന ടിപ്സ് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമല്ല. ഇതൊക്കെ പിള്ളേരുടെ ഗുഡ് ഫുഡ് ഹാബിറ്റ്സിന് ഹെൽപ്പ് ചെയ്യും. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞു തന്നത്. മാക്സിമം പുറത്തുനിന്ന് മേടിച്ച് കൊടുക്കാതിരിക്കുക, വീട്ടിൽ എന്താണോ ഉള്ളത് അത് കൊടുക്കുക. വല്ലപ്പോഴൊക്കെ ഇപ്പം നമ്മൾ പുറത്ത് പോയി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒക്കേഷൻ വരുമ്പോൾ അതൊക്കെ ഓക്കെ. അല്ലാതെ നമ്മൾ ഈ ജങ്ക് വാങ്ങിച്ച് കൊടുക്കുകയും അങ്ങനെ ശീലിപ്പിക്കുമ്പോഴാണ് അവർക്ക് ശീലമാവുന്നത്. അത് അവോയ്ഡ് ചെയ്ത് നമുക്ക് എന്ത് പറ്റുന്നോ, വലിയ കുക്കാവണമെന്നോ ബേക്കറാവണമെന്നോ അല്ല, നമുക്ക് എന്ത് പറ്റുന്നോ അതവർക്ക് കൊടുക്കുക, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുക അങ്ങനെ. അപ്പം പിന്നെ മെയിനായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, എന്ന് ഫുഡ് കൊടുത്ത് രാവിലെ ഫുഡ് കൊടുത്ത് വിടുമ്പോഴും അവരോട് പറയാം, അമ്മ ടിഫിനിൽ നിന്ന് മക്കൾക്ക് വേണ്ടി പലതും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്കും അമ്മ എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ എന്തായാലും കഴിക്കണം, അല്ലെങ്കിൽ അമ്മയ്ക്ക് സങ്കടമാവും, വന്ന് അഭിപ്രായം പറയണം എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു ഇമ്പോർട്ടൻറ്റ് ഫീലിംഗ് തോന്നും. അവർ കഴിക്കും,
വന്ന് പറയും. പിന്നെ അവരോട് ഞാൻ പറയാറുള്ള, ഇപ്പം വലുതായ ശേഷം ഞാൻ പറയാറുള്ള ഒരു കാര്യം, മക്കളെ നിങ്ങൾ എന്തെങ്കിലും ബാക്കി കൊണ്ടുവന്നാൽ അമ്മ പിന്നെ നെക്സ്റ്റ് ഡേ അതിന് വേണ്ടി മെനക്കെടില്ല. അതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഫ്രൂട്ടോ എന്താണേലും നിങ്ങളത് ബാക്കി കഴിക്കാതെ ബാക്കി വെച്ച് കൊണ്ടുവന്നാൽ അമ്മ പിന്നെ നാളെ അത് ഉണ്ടാക്കുന്നില്ല, ഞാൻ എന്തിനാ വെറുതെ ഉണ്ടാക്കുന്നത്, ഞാൻ അതങ്ങ് അവോയ്ഡ് ചെയ്യുമെന്ന് പറയും. അവർക്കത് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിപ്പം ഞാൻ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. വലുതാവില്ല, നമ്മൾ അതനുസരിച്ച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കണം. അവരുടെ മൈൻഡിലുണ്ടാവണം ഈ ഫുഡ് കളയരുത്, ഞാൻ കഴിക്കണം, അത്ര ഇമ്പോർട്ടൻ്റാണ്, അത് മനസ്സിലാക്കി കൊടുക്കാൻ. അപ്പം ടിഫിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഞാൻ അതിനിടയ്ക്ക് വേറെ എങ്ങോട്ടോ പോയി. അപ്പോൾ ടിഫിൻ്റെ കാര്യം, ഈ ലഞ്ച് ബോക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് US ബ്രാൻഡാണ്. അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് വളരെ നല്ല റിവ്യൂ ഉള്ള ബ്രാൻഡാണ്. ഇവർക്ക് പല ടൈപ്പ് ടിഫിനുണ്ട്. എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് ലീക്ക് പ്രൂഫ് ആണോ എന്ന്. എൻ്റെ ടിഫിൻ, ഞാൻ മേടിച്ചിരിക്കുന്ന ടിഫിൻ ഒന്നും ലീക്ക് പ്രൂഫ് അല്ല, ഡ്രൈ സ്നാക്ക് ടിഫിനാണ്. ഈ പിള്ളേർ പഠിക്കുന്ന സ്കൂളിലെല്ലാം അവർ പറയാറുണ്ട് വെറ്റായിട്ടുള്ള ഒരു കാര്യങ്ങൾ കൊടുത്തു വിടരുത്, മാക്സിമം ഡ്രൈ ഫുഡ് കൊടുക്കണം, ലീക്കേജ് പ്രോബ്ലം ഇതൊന്നും ഇല്ലാതിരിക്കാനും, മെസ്സി ആവാതെ. അവർക്ക് ബ്രേക്ക് എന്ന് പറയുന്നത് നമ്മുടെ പിള്ളേർക്ക് 15 മിനിറ്റ്സ് അത്രയൊക്കെയല്ലേ കിട്ടുന്നുള്ളൂ. അപ്പോൾ വേഗം വേഗം മെസ്സി ആവാതെ കഴിക്കാനുള്ള ഫുഡുകൾ കൊടുത്തു വിടാൻ പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ ടിഫിനാണ് മേടിച്ചിരിക്കുന്നത്. എന്നാൽ ലീക്ക് പ്രൂഫ് ടിഫിൻസും ഉണ്ട് ഈ ബ്രാൻഡിൽ തന്നെ. അപ്പോൾ അത് നിങ്ങൾ Amazonൽ പോയി സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളത് നോക്കിയാൽ മതി. ലീക്ക് പ്രൂഫ് നിങ്ങൾക്ക് എന്താണോ റിക്വയർമെൻറ്റ്, അതുപോലെ സൈസ് നോക്കണേ. സൈസ് ഓരോന്നിനും ഓരോ സൈസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണോ അതനുസരിച്ച് ഉള്ള സൈസ് എടുത്ത് മേടിച്ചാൽ മതി. എക്സ്പെൻസീവ് ആണ് ഈ ടിഫിൻ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞത് US ബ്രാൻഡാണ്. അവിടെ നിന്നുള്ള അയക്കുമ്പം കസ്റ്റം ചാർജ്, ഷിപ്പിംഗ് ചാർജ് എല്ലാം ചേർന്ന് വരുമ്പോൾ പിന്നെ ഈ ബ്രാൻഡ് വാല്യൂ ഇതൊക്കെ വരുമ്പോൾ കുറച്ച് എക്സ്പെൻസീവാണ്. നാട്ടിലേക്ക് വരുത്തുന്നതിനേക്കാളും കുറച്ചുകൂടെ വിലക്കുറവാണ് നമ്മൾ UAE വരുത്തുമ്പം. ഈ സെയിം ഈ കസ്റ്റം ഷിപ്പിംഗ് ചാർജസിൻ്റെ ആ ഒരു ഡിസ്റ്റൻസും എല്ലാം ഉള്ളതുകൊണ്ട് അപ്പം എങ്ങനെ പോയാലും എക്സ്പെൻസീവാണ്. പക്ഷെ അതിനുള്ള വർത്ത് ഉണ്ട്, വാല്യൂ ഉണ്ട്. കാരണം ഇത്രയും വർഷം അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു കേടും കൂടാതെ നിലനിൽക്കും. രണ്ടാമത് ഫുഡ് മിക്സ് ആവില്ല. അത് ഒത്തിരി പേരിനോട് ചോദിക്കാറുണ്ട്. ഇന്ന് വരെ അങ്ങനെ പിള്ളേരുടെ ഫുഡ് മിക്സ് ആയിട്ടില്ല. കാരണം ഇതിൻ്റെ എല്ലാം കമ്പാർട്ട്മെൻറ്റ്സ് ഹൈയാണ്, അതുകൊണ്ട് മിക്സ് ആവില്ല. ആ ഫുഡൊക്കെ അതാത് കമ്പാർട്ട്മെൻറ്റിൽ തന്നെ ഇരുന്നോളും. സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ഈ ഫുഡുകൾ അഴുക്കാവുന്നത് അതൊക്കെ അവോയ്ഡ് ആവും. ഹെൽത്തിയുമാണ്, കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ടിഫിൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും. ഇതൊക്കെയാണ് ടിഫിൻ്റെ പറ്റിയുള്ള നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കാറുള്ളതുകൊണ്ട് ഞാനിത് എടുത്ത് പറഞ്ഞാണ്. ഇതൊക്കെയാണ് ലഞ്ച് ബോക്സ് ബ്രാൻഡ് ടിഫിൻ്റെ ഗുണങ്ങൾ. ഇപ്പോൾ റീസെൻ്റ്ലി പിള്ളേർക്ക് ഞാൻ ടിഫിൻ ബോക്സിന് ലഞ്ചിന് ചോറും പിന്നെ ഒരു ഇതുമല്ലേ കൊടുക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ അവർക്ക് JVL എന്ന് പറയാം. അതും ഞാൻ ഒത്തിരി റിവ്യൂ Amazonൽ നോക്കിയിട്ടാണ് മേടിച്ചത് കേട്ടോ. JVL എന്നുള്ള ബ്രാൻഡ് നിങ്ങൾ കണ്ടു കാണും എൻ്റെ ടിഫിൻ പോസ്റ്റിൽ. ഹാർട്ട് ഷേപ്പ് ടിഫിൻ, ഇങ്ങനൊരു ടിഫിനുണ്ട്, പിന്നെ ഇങ്ങനൊരു പ്ലേറ്റ് ഉണ്ട്, ഇതിൽ വേറെ സൈഡ് ഡിഷ് വെക്കാൻ, പിന്നെ അടപ്പ്. JVL. അപ്പോൾ ഈ ബ്രാൻഡും വളരെ നല്ല ബ്രാൻഡാണ്, നല്ല ലാസ്റ്റിംഗ്, നല്ല എന്താ പറയുന്നത്, ക്വാളിറ്റി ഉള്ള ടിഫിനാണ്. അപ്പം JVL എന്ന് പറഞ്ഞ ബ്രാൻഡ് ആണ് ഞാൻ മേടിച്ചിരിക്കുന്ന. ഹാർട്ട് ഷേപ്പ്, അതിൽ ഒത്തിരി ഷേപ്പുണ്ട്. ഞാൻ ഹാർട്ട് ഷേപ്പാണ് മേടിച്ചത്. ഇതാണ് ഞാൻ ലഞ്ചിന് കൊടുക്കുന്നത്. അല്ലാത്തതിന് ഞാൻ ലഞ്ച് ബോക്സിൻ്റെ ബ്രാൻഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ടിഫിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ആ ടിഫിൻ പാർട്ട് ഞാൻ ഒരുവിധം ക്ലിയർ ആക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്തത്, ഇനി നമ്മുടെ മെയിൻ പാർട്ട് ഞാൻ എങ്ങനെ പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ 1 വീക്ക് പ്ലാനൊന്നും ചെയ്യാറില്ല, പെർ ഡേ പ്ലാനാണ്. നാളത്തേക്ക് എന്താണോ അത് ഇന്ന്, അങ്ങനെ. അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് 12 hour ഷിഫ്റ്റ്, ഡേയും നൈറ്റും. അപ്പോൾ എനിക്ക് ഒരു നോർമൽ ഓഫീസ് റുട്ടീനിൽ പോകുന്ന അങ്ങനെ ആ ഒരു ടൈം അല്ല ഹസ്ബൻഡിൻ്റെ. അപ്പോൾ എനിക്ക് അവിടെയും അവിടുത്തെ കാര്യവും നോക്കണം, പിള്ളേരുടെയും നോക്കണം, ഒരുമിച്ച് സെയിം ഷെഡ്യൂളല്ല. അപ്പം ഞാൻ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, എനിക്കിപ്പോൾ റുട്ടീനായിട്ടൊരു പ്ലാൻ അല്ല. പക്ഷെ പിള്ളേരുടെ കാര്യത്തിൽ ഞാൻ ഫോളോ ചെയ്യുന്നത് സ്നാക്ക്, മോസ്റ്റ്ലി ഞാൻ ബേക്ക് സ്നാക്ക് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെ സ്നാക്ക് ആണെങ്കിൽ ഞാനത് തലേ ദിവസം പ്രിപ്പയർ ചെയ്ത് വെക്കും, വൈകിട്ട് പ്രിപ്പയർ ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ ഇന്നിപ്പം തേഴ്സ്ഡേ ആണ്, അപ്പം നാളെ ഫ്രൈഡേ ലഞ്ച് കൊണ്ടുപോകണ്ടാം. അപ്പം ഞാനിപ്പോൾ ചെയ്തത്, നാളെ അവർക്ക് സ്നാക്കിന് ഇതാക്കണ്ടോ ചോക്ലേറ്റ് മഫിൻ തയ്യാറാക്കി വെച്ചു. അപ്പോൾ അവർക്ക് അതിൻ്റെ മേലെ ഫ്രോസ്റ്റിംഗ്, നാളെ ഫ്രൈഡേ ആയതുകൊണ്ട് അമ്മ ഞങ്ങൾക്ക് ഫ്രോസ്റ്റിംഗ് സ്പെഷ്യൽ വേണമെന്ന് പറഞ്ഞു, ഞാൻ ഫ്രോസ്റ്റിംഗ് ഇട്ട് നാളെ കൊടുക്കും. അപ്പം ഇങ്ങനെയുള്ള സ്നാക്ക്, എന്ത് സ്നാക്കും ആയിക്കോട്ടെ, ഞാൻ മാക്സിമം ഈ വൈകുന്നേരം പ്രിപ്പയർ ചെയ്ത് വെക്കും. ഓയിലിൽ എന്തെങ്കിലും ചെയ്യുന്നതാണെങ്കിൽ മാത്രം ഞാൻ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കും, കാലത്ത് ഫ്രൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ സ്നാക്കിൻ്റെ പരിപാടി കഴിഞ്ഞു. റൈസ് ഞാൻ മാക്സിമം വെറൈറ്റി റൈസാണ് കൊടുക്കുന്നത്. അതിൻ്റെ റീസൺ, വെറൈറ്റി റൈസ് ആകുമ്പം എളുപ്പം കേടാവില്ല.
അപ്പം ഞങ്ങൾ ഉപയോഗിക്കുന്ന മട്ട റൈസ് അത് നമ്മളൊരു പോയിന്റിന് മേലെ വെച്ചാൽ കേടാവും ഉറപ്പായിട്ടും. സംഭവം ഇവർ AC ബസ്സിലാണ് പോകുന്നത്. AC ക്ലാസ്സിനകത്ത് AC ഉണ്ടെങ്കിലും നമുക്ക് റിസ്ക് എടുക്കാൻ ഒക്കില്ല. നമ്മൾ കോക്കനട്ട് ബേസ്ഡ് ഗ്രേവിയൊക്കെ കൊടുക്കുമ്പോൾ കേടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ അത്ര ഈ വിൻ്റർ ടൈമിലൊക്കെ ഇടയ്ക്ക് ഞാൻ ചോറ് കൊടുത്തു വിടും. നമ്മുടെ ചോറ് അവർ ആഗ്രഹം പറയുമ്പോൾ കൊടുത്തു വിടും. അപ്പം അത് കേടാവില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട്. അല്ലാത്ത സമയത്ത് മോസ്റ്റ്ലി ഞാൻ വെറൈറ്റി റൈസുകൾ ഉണ്ടാക്കുന്നത്. ഒന്നാമത്തെ റീസൺ കേടാവില്ല, രണ്ടാമത്തെ റീസൺ മെസ്സി ആവാതെ കഴിക്കാം. അപ്പോൾ ഇവർക്ക് ഞാൻ പറഞ്ഞില്ല ബ്രേക്ക് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് മെസ്സി ആവാത്ത ആഹാരങ്ങൾ കൊടുത്താൽ പിള്ളേർ വേഗം കഴിക്കും. അവർക്ക് മടി തോന്നില്ല. മിക്കപ്പോഴും പിള്ളേർക്ക് മടി തോന്നുന്നു, എൻ്റെ കൈ മെസ്സിയാവും, മെസ്സിയാവും, ആ ഒരു മടി ആദ്യം വരുന്നു. അപ്പോൾ അതല്ലാതെ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഡെയിലി വെറൈറ്റികൾ ഇങ്ങനെ ചെയ്തു കൊടുത്താൽ, മെസ്സി ആവാത്ത ഫുഡ് ചെയ്ത് കൊടുത്താൽ അവർ നന്നായി കഴിക്കും. പിന്നെ ഞാൻ പറഞ്ഞ മുമ്പത്തെ കാര്യങ്ങളൊക്കെ ആദ്യം തൊട്ട് ഫോളോ ചെയ്താൽ മതി. പിന്നെ ഞാനിപ്പോൾ റൈസ്, അതെന്ത് റൈസാണോ ഇവർ പിള്ളേർക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ, പിന്നെ ബാക്കിയുണ്ടെങ്കിൽ ഞാനായിരിക്കും കഴിക്കുന്നത്. മോക്ക് ഞാൻ കൊടുക്കും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഏറ്റവും ലാസ്റ്റ് ഡിന്നറൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് അവർക്കുള്ള റൈസും അവർക്കുള്ള സൈഡ് ഡിഷും ഞാൻ തയ്യാറാക്കും. ഇച്ചിരി ക്വാണ്ടിറ്റി അല്ല വേണ്ട, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അത് ഞാൻ തയ്യാറാക്കി വെക്കും. ഫ്രിഡ്ജിലൊന്നും അല്ല, പുറത്ത് തന്നെ രാത്രിയല്ലേ തയ്യാറാക്കുന്നത്. രാവിലെ അത് ഞാൻ നന്നായി ചൂടാക്കി അവർക്ക് കൊടുക്കുന്നു. എന്നോട് റീസെൻ്റ്ലി ആരോ കമൻറ്റിൽ ചോദിച്ചിരുന്നു ഫിഷ് ബിരിയാണി ഞാൻ കൊടുത്തിട്ട് അഴുക്കാവത്തില്ല എന്ന്. ഇല്ല കേട്ടോ, അഴുക്കാവില്ല. ഞാൻ രാത്രിയല്ലേ ഉണ്ടാക്കുന്നത്, പിന്നെ രാവിലെ ഞാൻ ചൂടാക്കി കൊടുത്തു വിടും, കേടാവാറില്ല. അപ്പോൾ അങ്ങനെ ഞാൻ വെറൈറ്റി റൈസ് പ്രിപ്പയർ ചെയ്ത് കഴിയും, സ്നാക്ക് പ്രിപ്പയർ ചെയ്ത് കഴിയും. അപ്പം ഈ രണ്ടും കഴിഞ്ഞു. പിന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അതെന്തായാലും ഞാൻ രാവിലെ തന്നെ ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. അത് ഞാൻ പ്ലാൻ ചെയ്തു. ഇപ്പം വല്ലതും കറി ബേസ്ഡ് ആയിട്ടുള്ളതാണ് ഈ കറി ഞാൻ തീർച്ചയായിട്ടും രാത്രി ഉണ്ടാക്കും. കാരണം രാവിലെ നടക്കില്ല, കുഞ്ഞുള്ളതുകൊണ്ട്, കുഞ്ഞിന് ഫീഡിങ് ഉള്ളതുകൊണ്ട് ഞാൻ എഴുന്നേക്കുമ്പോൾ തന്നെ മോസ്റ്റ്ലി എഴുന്നേറ്റ് വരും. അപ്പോൾ കുഞ്ഞിനെയും വെച്ച് വേണം എല്ലാം ചെയ്യാൻ. അപ്പോൾ കുഞ്ഞിനെ വെച്ച് ചെയ്യുമ്പോൾ അവൾ ക്രാങ്കി ആയിരിക്കും, അവളുടെ ഉറക്കം നഷ്ടപ്പെട്ടതിൻ്റെ ഫീഡിങ് വേണം. പിന്നെ ചേട്ടന്മാരെയൊക്കെ കാണുമ്പോൾ ഇച്ചിരി മൂഡ് ഓക്കെ ആവുമെങ്കിലും എനിക്ക് മോളെ വെച്ചധികം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം ഈ സ്നാക്ക്, ഇപ്പോൾ വർക്കിംഗ് മോം ആണെങ്കിൽ ഇതൊക്കെ തന്നെ ആയിരിക്കും, അല്ല നിങ്ങൾക്ക് രാവിലെ എല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ പ്ലാൻ ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ എന്താണോ അവൈലബിൾ, നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് ആ ഒരു സ്നാക്ക് നിങ്ങൾ അതുപോലെ റൈസ് തലേദിവസം റെഡിയാക്കി വെച്ചാൽ രാവിലെ ചൂടാക്കി കൊടുത്താൽ മതി. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഉണ്ടാക്കിയാൽ മതി. ഇപ്പം എൻ്റെ അടുത്ത് ഒത്തിരി പേര് പല റെസിപ്പീസ് ചോദിക്കാറുണ്ട്. ഞാൻ പുതുതായിട്ട് ഇതുവരെ ഇടാത്ത റെസിപ്പി ഇടുമ്പോഴാണ് ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നത്. ഓൾറെഡി ഒത്തിരി ടിഫിൻ ബോക്സ് റെസിപ്പീസ് ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് എവിടെയാണെന്ന് പലർക്കും മനസ്സിലാവുന്നില്ല. എവിടെയാണ് ചേച്ചി നോക്കേണ്ടത് എനിക്ക് അറിയില്ല എന്നൊക്കെ. അപ്പം അതെവിടെയുള്ളതെന്ന് പറഞ്ഞാൽ ICI ടേസ്റ്റ് ബഡ്സ് ചാനലിൽ പോയി കഴിയുമ്പം ഏത് യൂട്യൂബ് ചാനലും നമ്മളിങ്ങനെ ഓരോ ഓപ്ഷൻസ് കാണും. അപ്പോൾ അതിൽ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ആ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ തന്നെ കിഡ്സ് ടിഫിൻ ബോക്സ് റെസിപ്പീസ് ഒത്തിരി പ്ലേലിസ്റ്റുകളുണ്ടാവും. അതിൽ കിഡ്സ് ടിഫിൻ ബോക്സ് റെസിപ്പീന്ന് ഒരു ഇത് കിടക്കുന്നുണ്ടാവും. അതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ടിഫിൻ ബോക്സിൻ്റെ റെസിപ്പീസും ടിഫിൻ ബോക്സ് സീരീസും പാക്കിംഗ് ടിഫിൻ ഇതെല്ലാം അതിൽ കിടപ്പുണ്ടാവും. അപ്പം നിങ്ങൾക്ക് എന്ത് വേണോ അതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് റെസിപ്പി നോക്കാം. അപ്പം ഇതാണ് റെസിപ്പികൾ ചോദിക്കുന്ന പലർക്കും എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒത്തിരി അമ്മമാർ എന്നോട് കൺസേൺ പറയാറുള്ളതാ, ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ട് എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും പിള്ളേർ വണ്ണം വെക്കുന്നില്ല, എന്ത് ചെയ്യും, വെയിറ്റ് ഗെയിന് വല്ല റെസിപ്പി ഉണ്ടോ? ഞാൻ പറയട്ടെ, അതൊരു തെറ്റായ മിത്താണ് കേട്ടോ. എൻ്റെ അടുത്ത് മിക്കവരും ചോദിക്കുന്ന ഒരു ചോദ്യം, അത് നാട്ടിലും ആണേലും കൊള്ളാം, ഇവിടെ ആണേലും കൊള്ളാം, സർക്കാസ്റ്റിക് ക്വസ്റ്റ്യൻ. അതെനിക്കറിയാം, എനിക്ക് കേൾക്കുമ്പോൾ ചിരി വരും. എന്നോട് ചോദിക്കും, അമ്മ ഇത്രയും കുക്ക് ചെയ്യുന്നല്ല, എന്നോട് പറഞ്ഞാൽ പിള്ളേരോട് ചോദിക്കുന്നതല്ല എന്നോട്, അമ്മ ഇത്രയൊക്കെ കുക്ക് ചെയ്യുന്നതായിട്ട് ഈ പിള്ളേർ നിങ്ങളെന്താ മക്കളെ ഇങ്ങനെ ഇരിക്കുന്നത്, ഒന്നും അമ്മ കഴിക്കാൻ തരാറില്ലേ, ഉണ്ടാക്കുന്നേ ഉള്ളോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ സ്ഥിരം കേൾക്കാറുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അവരെന്നെ സർക്കാസ്റ്റിക് ആയിട്ട് ചോദിക്കുന്നത് എനിക്ക് ചിരി വരും. ഞാൻ എൻ്റെ പിള്ളേർക്ക് ജങ്ക് ഫുഡല്ല ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുപോലെ ഞാൻ എൻ്റെ പിള്ളേരെ തടി വെപ്പിക്കാനല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്. എൻ്റെ പിള്ളേർ ഹെൽത്തി ആയിട്ട് വളരണം എന്നുള്ള ഫുഡാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. അവർ ഹെൽത്തി ആയിട്ട് അവരുടെ വയസ്സിനനുസരിച്ചുള്ള ഹൈറ്റും വെയിറ്റും എല്ലാം ദൈവം സഹായിച്ചുകൊണ്ട് എനിക്കതാണ് ആവശ്യം. അല്ലാതെ അവർ തക്കുടുമണിയായിട്ടോ അല്ലെങ്കിൽ ഉണ്ടപ്പക്രുവായിട്ടോ ഒന്നും വളരണം എന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പറഞ്ഞ ഞാൻ ഓവർ വെയിറ്റ് ആയിരുന്നു, ഭയങ്കര തക്കടുമായിരുന്നു. കാരണം ഞാൻ നല്ല മധുരടിയും ജങ്കും ഒക്കെ കഴിച്ചിട്ട് തന്നെ അങ്ങനെ ആയത്. അപ്പം അതുകൊണ്ട് എനിക്കുണ്ട് എൻ്റെ പിള്ളേർ അങ്ങനെ ആവരുത്, ഹെൽത്തി ആയിട്ട് വളരുക,
ഹാപ്പി ആയിട്ട് വളരെ, ഈ 2 നല്ല പിള്ളേരായിട്ട് വളരെ. ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ. അപ്പം ഈ ഹെൽത്തി ആയിട്ട് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയുള്ള ഫുഡുകളാണ് ഞാൻ കൊടുക്കുന്നത്, ജങ്ക് അല്ല. അപ്പം എൻ്റെ പിള്ളേരുടെ ശരീരം ഒത്തിരി ഫാറ്റായിട്ടല്ല ഇരിക്കുന്നത്, അവർ ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ അത്ര ചിന്തിച്ചാൽ മതി. ഒരിക്കലും പിള്ളേർ വെയിറ്റ് കൂടണമെന്ന് ചിന്തിക്കുകയേ ചെയ്യരുത്. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, പിള്ളേരുടെ വയസ്സിനനുസരിച്ചിട്ടുള്ള ഹൈറ്റും വെയിറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾ പിള്ളേർ ആക്റ്റീവ് ആണോ, ഹാപ്പി ആണോ, ഇതുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കുകയേ ചെയ്യരുത്. ഏത് ബേബി മുതൽ കൊണ്ടുള്ള കാര്യം ഞാൻ പറയുന്നു. അപ്പം അതിനെപ്പറ്റി നിങ്ങൾ അമ്മമാർ ഒരിക്കലും ടെൻഷൻ അടിക്കരുത് കേട്ടോ. പൊതുവേ ഉള്ളൊരു ടോക്കാണ്, പിള്ളേർ മെലിഞ്ഞിരുന്ന അവർ ഹെൽത്തി അല്ല, നല്ല ഉണ്ടയാണെങ്കിൽ അവർ ഹെൽത്തി. അത് റോങ് ആണ് കേട്ടോ. നിങ്ങൾ നല്ല പീഡിയാട്രീഷ്യൻസിൻ്റെ അടുത്തൊക്കെ പോയാൽ അവരിത് പറഞ്ഞുതരും. എൻ്റെ പീഡിയാട്രീഷ്യൻ എനിക്കിത് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ. അപ്പം ഇതാണ് കാര്യം. അപ്പം നമ്മൾ അമ്മമാർ എന്നോട് ചോദിച്ച അമ്മമാരോടുള്ള ഉത്തരമാണ്, വെയിറ്റ് ഗെയിൻ ചെയ്യാനല്ല നോക്കണ്ടേ, ഹെൽത്തി ആയിട്ട് വളരാൻ നോക്കിയാൽ മതി കേട്ടോ. അതൊന്നും ഓർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട. അതുപോലെ തന്നെ ടിഫിൻ എന്നുള്ളൊരു കാര്യത്തിനെ ഓർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്ക് പറ്റും. എന്ത് നിങ്ങൾക്ക് അറിയാമോ, എന്ത് ഫുഡ് നിങ്ങളുടെ വീട്ടിൽ എന്ത് സാധനങ്ങളുണ്ടോ അത് വെച്ച് നിങ്ങൾ പിള്ളേർക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വാല്യൂ, ഫുഡിൻ്റെ വാല്യൂ, പൈസയുടെ വാല്യൂ, ഇതൊക്കെ പിള്ളേർക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ വളർത്തണം. എന്നാൽ മാത്രമേ അവർ വാല്യൂ ചെയ്യുള്ളൂ. നമ്മൾ അവർക്ക് ഫീഡ് ചെയ്യുന്നതല്ലേ അവർക്കറിയത്തുള്ളൂ, അവരായിട്ടല്ലല്ലോ. ഒരു പ്രായം കഴിഞ്ഞാൽ ശരിയാ, എക്സ്പോസ് ആകുമ്പോൾ, വേൾഡ് എക്സ്പോസ് ആകുമ്പോൾ അവർ പലതും പഠിക്കും. പക്ഷേ അതിന് മുന്നേ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. അപ്പം ഞാൻ എൻ്റെ ഫുഡ് പാറ്റേൺ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തിട്ട് രാവിലെ അവർക്ക് പാക്ക് ചെയ്ത് കൊടുക്കും. ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, മക്കൾ ഇതെല്ലാം കഴിച്ചിട്ട് വരുമോ എന്ന്. മക്കൾ ഇതെല്ലാം കഴിച്ചിട്ട് വരും, അവർക്ക് വിശക്കും, അവർ അവിടെ സ്കൂളിൽ പോയി പഠിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യല്ലേ. പിന്നെ രാവിലെ ഇവിടെ ഞാൻ കൊടുക്കുന്നത് കാടമുട്ട. ഇപ്പോൾ വലിയ പിള്ളേരാണ്ട് 2 കാടമുട്ട കൊടുക്കും. പിന്നെ മഞ്ഞൾ പാല്. പിന്നെ ഞാൻ കൊടുക്കുന്ന ഹാഫ് ബ്രേക്ക്ഫാസ്റ്റ്. ഏത് ബ്രേക്ക്ഫാസ്റ്റ് ആണോ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ കൊടുക്കും. കാരണം 9 മണിക്കായിരിക്കും ആദ്യത്തെ ബ്രേക്ക്. അപ്പോൾ അത്രയും വരെ അവർക്ക് പിടിച്ച് നിൽക്കണ്ടേ, അതിന് വേണ്ടി ഇതാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ബ്രേക്കിന് അവർക്കറിയാം, ഞാൻ അവർ ശീലിക്കുന്നതല്ല, അവർ കഴിച്ചോളും. ബ്രഞ്ചും ഫ്രൂട്ടും ബ്രേക്ക്ഫാസ്റ്റും ഫസ്റ്റ് ബ്രേക്കിന് കഴിക്കും, ലഞ്ച് സെക്കൻഡ് ബ്രേക്കിന്. പിന്നെ തിരിച്ച് വരുമ്പം ഇപ്പോൾ ഒക്കെ അവർ 2:45 വരുന്നുണ്ട്. അപ്പോൾ വരുമ്പം കുളിയും തലയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് ഒരു സ്നാക്ക് കഴിക്കും. അങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പ്ലാൻ ചെയ്യാം. ഇതൊരു റോക്കറ്റ് സയൻസേ അല്ല കേട്ടോ. നിങ്ങൾ ടെൻഷൻ അടിക്കാതെ കൂളായിട്ടിരുന്ന്, എൻ്റെ മക്കൾക്ക് വേണ്ടിയല്ലേ, എൻ്റെ മക്കൾ അതെല്ലാം കഴിച്ചോളാം, അവരെയും പറഞ്ഞ് മനസ്സിലാക്കി ഇതെല്ലാം തയ്യാറാക്കി നിങ്ങൾ കൊടുത്താൽ മതി. അടിപൊളിയായിട്ട് ടിഫിൻ സെറ്റാക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ടിഫിനിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കുകയും അവരോട് പറഞ്ഞ് ഇൻട്രസ്റ്റിംഗ് ആക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കും ഇൻട്രസ്റ്റ് വന്നവർ കഴിച്ചോളും. ഫുഡ് ബാക്കി വെക്കില്ല, ഉറപ്പാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കുഞ്ഞിലേ തൊട്ടുള്ള പല ശീലങ്ങളുണ്ട്. അത് നമുക്ക് കുഞ്ഞുങ്ങളെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല, നമ്മളതിൻ്റെ ഉത്തരവാദികൾ. നമ്മൾ കുഞ്ഞിലേ തൊട്ട് അവർക്ക് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നോ, ഈ ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഓപ്ഷൻ അങ്ങനെയൊക്കെ കൊടുത്തു കഴിയുമ്പോഴാണ് പിള്ളേർ ഫുഡിൻ്റെ കാര്യത്തിൽ കുറച്ച് പിക്കി ഈറ്റേഴ്സ് ആവുന്നത്. പിന്നെ അലർജിയുള്ള കാര്യത്തിൽ ഞാനൊന്നും പറയുന്നില്ല. കാരണം അങ്ങനെ ഫുഡ് അലർജീസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിച്ച് പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്താൽ അതനുസരിച്ചുള്ള ഡയറ്റിൽ കുഞ്ഞിന് കൊടുത്തോണേ. അതിൽ ഞാൻ കമൻറ്റ് പറയാൻ ആരുമല്ല. അല്ലാതെ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിലേ തൊട്ട് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഇതൊക്കെയായിരുന്നു എനിക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു ഞാൻ ഒരുവിധം എല്ലാം നിങ്ങൾ ചോദിച്ച കാര്യങ്ങളെല്ലാം ഞാൻ കവർ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാനത് റിപ്ലൈ തരാം. അല്ലെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ അതിൽ റിപ്ലൈ, വീഡിയോന് കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും, അമ്മമാർക്കെല്ലാം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, സ്റ്റേ സേഫ്.